ലോകത്തിലുള്ള എല്ലാ കാർ നിർമ്മാതാക്കൾക്കും അറിയാം ഫ്യൂച്ചർ EV കാറാണ് എന്നുള്ള കാര്യം. ഇന്ത്യയിലെ പ്രമുഖ കാർ നിർമ്മാതാക്കളായിട്ടുള്ള ടാറ്റയും മഹീന്ദ്രയുമൊക്കെ ഫുള്ളി EV കാർ പോർട്ട്ഫോളിയോയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ലോകത്തിലെ നമ്പർ 1 കാർ നിർമ്മാതാക്കളായിട്ടുള്ള ടൊയോട്ട എന്ന ബ്രാൻഡ് എതിർദിശയിൽ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. EV വാഹനങ്ങൾ നിർമ്മിക്കുന്നതിന് വിമുഖത കാണിക്കുന്നവരാണ് ടൊയോട്ടയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഇതേപ്പറ്റി സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: പെട്രോൾ ഹൈബ്രിഡ് കാറുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രിക് കാറുകൾ 3 മടങ്ങ് അപകടകരമായവയാണ് എന്നാണ്. ഇത് ലോകം മുഴുവനും ചർച്ചാ വിഷയമായ കാര്യവുമാണ്. ടൊയോട്ടയുടെ ചെയർമാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം? ഇനി ഇലക്ട്രിക് കാറുകൾക്കും ഹൈബ്രിഡ് കാറുകൾക്കും ഉണ്ടാകുന്ന അവസ്ഥ എന്താണ് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഇപ്പോഴുള്ള ടൊയോട്ടയുടെ ചെയർമാനായിട്ടുള്ള അക്കിയോ ടൊയോട്ടയുടെ ഒറിജിനൽ ഫൗണ്ടർ ആയിട്ടുള്ള കിഷിറോ ടൊയോഡയുടെ ഗ്രാൻഡ് സൺ ആണ്. ടൊയോട്ട എന്ന ബ്രാൻഡ് 1997 തുടങ്ങി 27 മില്യൺ ഹൈബ്രിഡ് കാറുകളെ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നു. ടൊയോട്ട ചെയർമാൻ പറഞ്ഞത് 9 മില്യൺ ഇലക്ട്രിക് കാറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊല്യൂഷൻ ഹൈബ്രിഡ് കാറുകളെ കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം കൂടുതലാണ് എന്നാണ്. ഒരു ഇലക്ട്രിക് കാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊല്യൂഷനേക്കാൾ നല്ലത് ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ 3 ഹൈബ്രിഡ് കാറുകളെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. EV കാറുകൾക്ക് ടെയിൽ പൈപ്പ് എമിഷൻ കുറവാണെങ്കിലും EV കാറുകളുടെ ബാറ്ററി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനു വേണ്ടി ബാക്ക് എൻഡിൽ നടക്കുന്ന പൊല്യൂഷൻ പെട്രോൾ വാഹനങ്ങളുടെ ലൈഫ് സൈക്കിളിൽ നടക്കുന്ന പൊല്യൂഷനേക്കാൾ വളരെ കൂടുതലാണ്. ഇതിനെപ്പറ്റി പല റിപ്പോർട്ടുകളും ആർട്ടിക്കിൾസും വന്നിട്ടുള്ളതാണ്. ഇൻഫാക്ട് ടൊയോട്ട എന്ന ബ്രാൻഡ് EV വാഹനങ്ങളുടെ ആരംഭ കാലഘട്ടം മുതൽ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് സ്വിച്ച് ആകുന്നതിന് വേണ്ടി വളരെയധികം വിമുഖത കാണിച്ചിരുന്നു. ലോകം മുഴുവനുമുള്ള കാർ ബ്രാൻഡുകൾ ഇലക്ട്രിക് കാറുകളിലേക്ക് അഡാപ്റ്റ് ആവാതെ വരുന്നതുകൊണ്ട് ആ ബ്രാൻഡുകൾ ഫെയില്യൂറായി പോകുന്നതിനും ചാൻസ് ഉണ്ട്. ബട്ട് ടൊയോട്ട ഇതിന് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആണ്. 2024 5ാമത്തെ പ്രാവശ്യവും വേൾഡ് ലാർജസ്റ്റ് കാർ മാനുഫാക്ചററായി നിലകൊള്ളുന്നു. ഇതിന്റെ മുഖ്യമായ കാരണം അവർ ഹൈബ്രിഡ് ടെക്നോളജിയിലേക്ക് മാറിയതുകൊണ്ടാണ്. ടൊയോട്ടയുടെ ചെയർമാൻ മറ്റൊരു മുഖ്യമായ വിഷയവും പറഞ്ഞിരുന്നു. ടൊയോട്ട എന്ന ബ്രാൻഡ് EV വാഹനങ്ങളോട് കംപ്ലീറ്റ് ആയിട്ട് എതിരായിട്ടുള്ള ഒരു ബ്രാൻഡ് അല്ല. ബട്ട് IC എഞ്ചിൻസിൽ നിന്ന് EV കാറുകളിലേക്ക് മാറുന്നതിനുള്ള ട്രാൻസിഷനെ വളരെയധികം ഫോഴ്സ് ചെയ്തുകൊണ്ടാണ് എത്തുന്നതെങ്കിൽ വളരെയധികം പൊല്യൂഷനെ നമ്മൾ തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഏറ്റവും വലിയ കാര്യം എന്തെന്നാൽ IC എഞ്ചിൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ കോടിക്കണക്കായിട്ടുള്ള മനുഷ്യർക്ക് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല ബാറ്ററി ടെക്നോളജി എവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഏതു തരത്തിലുള്ള ആനോഡും കാഥോഡും നമ്മൾ യൂസ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചും ആർക്കും തന്നെ ബെറ്റർ ഒപ്പീനിയനിൽ എത്താൻ സാധിക്കുന്നില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ മുൻപുണ്ടായിരുന്നത് NMC ടെക്നോളജി ആയിരുന്നു. എന്നാൽ ഇന്നത് മാറി LFP ബാറ്ററി പാക്ക് ടെക്നോളജിയിലേക്ക് മാറിയിരിക്കുന്നു. മാത്രമല്ല ബാറ്ററി റീസൈക്കിൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കെമിസ്ട്രി യൂസ് ചെയ്താൽ മാത്രമാണ് ആ ബാറ്ററിയെ തിരിച്ച് റീസൈക്കിൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിൽ വരുന്ന മറ്റു മെറ്റീരിയലുകളെല്ലാം തന്നെ സ്ക്രാപ്പ് ആയിട്ടാണ് പോകുന്നത്. ഇത്രയധികം ഇലക്ട്രിക് വാഹനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടും ആ വാഹനത്തെ സ്ക്രാപ്പേജ് വരുത്തുമ്പോൾ ഇപ്പോഴും അതിൽ വരുന്ന വേസ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതിനുള്ള ഒരു തരത്തിലുള്ള തീരുമാനങ്ങളും ഒരു ബ്രാൻഡും സ്വീകരിച്ചിട്ടില്ല. മറുവശത്ത് പെട്രോൾ എഞ്ചിൻ കാറുകളുടെ അഡ്വാൻറ്റേജസും ഇലക്ട്രിക് കാറുകളുടെ ലെസ് എമിഷൻ കാപ്പബിലിറ്റിയും പെർഫെക്റ്റ് ബ്ലെൻഡ് ആയിട്ട് ടൊയോട്ടയുടെ ഹൈബ്രിഡ് കാറുകൾക്കുണ്ട്. ഇന്ത്യയിൽ ടൊയോട്ടയുടെ ഹൈബ്രിഡ് ടെക്നോളജിയുള്ള കാറുകളാണ് ഇന്നോവ ഹൈക്രോസ്, അർബൻ ക്രൂയിസർ, ഹൈറൈഡർ പോലുള്ള കാറുകൾക്ക് വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നു. മാരുതി സുസുക്കി, ഹോണ്ട പോലുള്ള ബ്രാൻഡുകൾ അവരുടെ ഹൈബ്രിഡ് ടെക്നോളജിയെ ലോവർ എൻഡ് പ്രൈസിൽ കൊണ്ടുവന്നാൽ മാത്രമാണ് ഇലക്ട്രിക് കാറുകളോടുള്ള ആവശ്യക്കാരുടെ എണ്ണം ഒരുപക്ഷെ കുറഞ്ഞുവെന്ന് വരാം. ഓവറോൾ ആയിട്ട് ടൊയോട്ട എന്ന ബ്രാൻഡ് EV വാഹനങ്ങൾക്കു മേലെ വിമുഖത കാണിക്കുന്നില്ല എന്നാണ് സാരം. ടൊയോട്ട എന്ന ബ്രാൻഡിൽ നിന്നുമുള്ള EV കാറാണ് BZ ഇലക്ട്രിക് കാർ. ഇത് റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തൊരു വാഹനമാണ്. നിലവിൽ BZ സീരീസ് ഒരു ഇൻസ്റ്റന്റ് ഹിറ്റ് കൂടിയാണ്. എങ്കിലും ഇപ്പോഴുള്ള എൻവയോൺമെന്റൽ കണ്ടീഷനിൽ ഹൈബ്രിഡ് ടെക്നോളജിയാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ചോയ്സ്. പൊല്യൂഷൻ നോക്കിയാണ് ഒരു വാഹനം എടുക്കുന്നതെങ്കിൽ EV വാഹനങ്ങളാണ് ഏറ്റവും അധികം പൊല്യൂഷൻ സൃഷ്ടിക്കുന്നതെന്നാണ് ഇതേക്കുറിച്ചുള്ള വിദഗ്ധരുടെ അഭിപ്രായം. EV വാഹനങ്ങളെ പറ്റി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ പറയുക. മാത്രമല്ല ഹൈബ്രിഡ് ടെക്നോളജിയെ കുറിച്ചുകൂടി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് സെക്ഷനിൽ പറയുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം.